morning, children. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം പഠിച്ചുകൊണ്ടിരുന്ന പാഠം ഒരു ചിത്രം എന്ന പാഠമാണ്. ആ പാഠത്തിൻ്റെ നോട്ടും അതുപോലെ വ്യാകരണം നോട്ടും ഒക്കെ മിസ് അയച്ചു തന്നിട്ടുണ്ട്. ഒരു പാഠം നാം പഠിച്ചു കഴിഞ്ഞു. മോൻ ആ പുസ്തകം തുറന്നേ. എന്നിട്ട് ആ പുസ്തകത്തിലെ ആദ്യത്തെ 4 വരി ഈണമിട്ട് ചൊല്ലുക. ഇത് ഏതാണ്ട് 2 ക്ലാസ്സുകൾക്ക് മുമ്പ് തന്ന ഒരു വർക്കാണ്. അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഈണമിട്ട് ചൊല്ലു. ആദ്യത്തെ 4 വരി ആയുഷ് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. ആയിഷ അവിടെ ഞാൻ പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മളൊരു പാഠം പഠിച്ചു കഴിഞ്ഞു. വള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു ചിത്രം എന്ന കവിതയാണ്, ചെറിയ കവിതയാണ് നമ്മൾ പഠിച്ചത്. ആയുഷ് എപ്പോൾ വന്നാലും ഞാൻ വീണ്ടും വിളിക്കും. അപ്പോൾ ആയുഷ് ഇങ്ങനെ ഇരിക്കും. ഈ വർഷം അവസാനം വരെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. താനത് കവിതയല്ലാതെ എനിക്ക് മാർക്കിടാൻ പറ്റില്ല. ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. CBSEയുടെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോരാവുകയുള്ളൂ. നിങ്ങളുടെ പാഠപുസ്തകം എടുക്കുക. നോക്കുട്ടികളെ, ആ പാഠപുസ്തകത്തിൻ്റെ പേജ് നമ്പർ 11 അതിലൊരു ചോദ്യമുണ്ട്. കഥ പറയാം എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യമാണത്. താഴേക്ക് പോരണം. വർണ്ണിക്കാം കഴിഞ്ഞിട്ട് കിടക്കുന്നത്. കണ്ണന്റെ ബാലലീലകളെ കുറിച്ചുള്ള കഥകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കുക എന്നൊരു ചോദ്യം കിടപ്പുണ്ട്. അതിന്റെ സൈഡിൽ ആക്ടിവിറ്റി ബുക്ക് എന്ന് എഴുതി വയ്ക്കൂ. ചില ആ ചോദ്യത്തിന്റെ വശത്ത് ഇടത്തെ സൈഡിൽ ആക്ടിവിറ്റി ബുക്ക് എന്ന് എഴുതി വയ്ക്കുക. കാരണം ആക്ടിവിറ്റി ബുക്കിലേക്ക് എഴുതേണ്ടതാണിത്. ചോദ്യം കിട്ടിയെന്ന് കരുതുന്നു. ഇന്നത്തെ ഹോംവർക്കാണത്. കൃഷ്ണന്റെ പാഠമാണ് നമ്മൾ പഠിച്ചത്. വള്ളത്തോൾ നാരായണ മേനോന്റെ കവിതയാണ് നമ്മൾ പഠിച്ചത്. കൃഷ്ണനെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. ധാരാളം കഥകൾ. കാരണം എന്താ പറയൂ? പറയൂ. ഒറ്റയാള് 1 at a time. അത് പിള്ളേരെ ഇഷ്ടം. പടം വരയ്ക്കുകയോ പടം വരയ്ക്കാൻ കഴിയുന്നവർക്ക് പടം വരയ്ക്കാം, അല്ലാത്തവർക്ക് അത് ഒട്ടിക്കാം. അതൊക്കെ ആക്ടിവിറ്റി ബുക്കിലാണ്. അങ്ങനെ പടം ഒട്ടിക്കലും വരയ്ക്കലും എല്ലാം ആക്ടിവിറ്റി ബുക്കിലാണ്. ഇതെന്താ ഇയാൾ ലേറ്റ് ആയേക്കണേ? ലേറ്റ് ആയവർ ഇനി കേട്ടില്ലേ?
ആരാ? എന്താ കാര്യം? ഏ എന്ത് പടം ഒട്ടിക്കാനുള്ള ആക്ടിവിറ്റി ബുക്ക്? വ്യാകരണ ബുക്കല്ല. ഇതാരാ? ആ, പുതിയ കുട്ടിയല്ലേ മോനെ ഓൺ ചെയ്തേ. വ്യാകരണ ബുക്ക് എന്ന് പറയുന്നത് 100 പേജിന്റെ ഒറ്റ വരയിട്ട, മിസ് അത് അയച്ചിരുന്ന വെബ്സൈറ്റിലുണ്ട്, ഒറ്റ വരയിട്ട ബുക്കാണ് കേട്ടോ. ആ, മിസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ. 100 പേജിന്റെ ഒറ്റ വരയിട്ട ബുക്ക്. ആക്ടിവിറ്റി ബുക്ക് വലിയ ബുക്കാണ്. ആക്ടിവിറ്റി ബുക്കിലാണ് നമ്മുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ്, വരയ്ക്കാനുള്ളതും തനിയെ എഴുതാനുള്ളതും കേട്ടോ. ആ, ആക്ടിവിറ്റി ബുക്ക് ചെറുതാ, സോറി വലുത്, അല്ലാണ്ട് വ്യാകരണ ബുക്ക് ചെറുതാണ് കേട്ടോ. ആ, മിസ് എങ്ങനെ എഴുതേണ്ടത് സ്ക്രീൻഷോട്ട് കൂടെ എടുത്ത് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ടേൺ ഓഫ് യുവർ വീഡിയോ. ആ, പുതിയ കുട്ടിയല്ലേ? ഇതാരാ? എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നിർദ്ദേശം എന്ന് പറഞ്ഞ് തന്നെയാണ് വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ? പാഠം കഴിഞ്ഞിരിക്കുന്നു. പാഠവുമായി ബന്ധപ്പെട്ട കൃഷ്ണകഥയിലേക്കാണ് മിസ് കടക്കുന്നത്. കൃഷ്ണനെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. കഥയുടെ ഇടയ്ക്ക് ചോദിക്കാൻ പാടില്ല, കഥയിൽ ചോദ്യമില്ല, അത് കഥയാണ്. ഇന്ത്യൻ മിത്തോളജി, മിത്ത് എന്ന് പറഞ്ഞാൽ രഹസ്യ സ്വഭാവമുള്ള കഥ എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ധാരാളം കഥകൾ കൃഷ്ണനെക്കുറിച്ചുണ്ട്. കൃഷ്ണന് ഏതാണ്ട് 9, ശ്രദ്ധിച്ചു കേട്ടോണം, ഇതിൽ ഏതെങ്കിലും ഒരു കഥ ആക്ടിവിറ്റി ബുക്കിലേക്ക് എഴുതാനുള്ള. കൃഷ്ണൻ ഏതാണ്ട് 9 വയസ്സ് പ്രായം, 9 മാസം. കൃഷ്ണന് ശ്രദ്ധിച്ചു കേട്ടോണം, കൃഷ്ണന് 9 മാസം പ്രായം. 9 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലന്ന് കിടക്കുന്ന, കവന്ന് വീഴുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്, മാസമാണത്. 9 മാസം പ്രായമുള്ള സമയത്ത് കൃഷ്ണൻ ഇങ്ങനെ യശോദ കുളിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് കെട്ടിക്കടത്തേക്കായിരുന്നു. ആ സമയത്ത് ശകടാസുരൻ, അസുരന്റെ പേര് ശകടാസുരൻ, കൃഷ്ണന് 9 മാസം പ്രായമുള്ള സമയം, 9 മാസമാണ് ആ സമയത്ത്. ശകടാസുരൻ, ശകടം എന്ന് പറഞ്ഞാൽ വണ്ടി എന്നർത്ഥം, വണ്ടി. വലിയ ഒരു മൺവണ്ടിയുടെ ഒരു വലിയ വണ്ടി, മൺവണ്ടിയുടെ രൂപത്തിലൊരു അസുരൻ കംസൻ പറഞ്ഞയച്ചതാണ് കൃഷ്ണനെ കൊല്ലാനായിട്ട്. മലന്ന് കിടക്കുന്ന കുട്ടിയല്ലേ, അതിൻ്റെ മുകളിലേക്ക് ഈ ശകടാസുരൻ ഉരുണ്ട് കയറി വന്നു. കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ തൻ്റെ ദേഹത്തേക്ക് വരുന്ന, 9 മാസം പ്രായമുള്ള കൃഷ്ണൻ നോക്കണം, സാധാരണ കുട്ടികളെ കൊണ്ട് കഴിയില്ല, ദൈവത്തിൻ്റെ അവതാരമായതുകൊണ്ടാണ് അങ്ങനെ. ശകടാസുരൻ ഇങ്ങനെ ഉരുണ്ട് കയറി വന്ന സമയത്ത് കൃഷ്ണൻ തൻ്റെ കാലിൻ്റെ പെരുവിരൽ എന്ന് വെച്ചാൽ കാലിലേക്ക് നോക്കിക്കോളൂ കുട്ടികളെ, കാലിലെ ഏറ്റവും വലിയ വിരൽ, ആ വിരൽ കൊണ്ട് ഒരൊറ്റ ഏറ് വെച്ചു കൊടുത്തു. ആ ശകടത്തെ, ആ വണ്ടി ആകാശത്ത് ചെന്ന് ദിക്കുകളിലെല്ലാം ചെന്ന് അടിച്ച് താഴെ വന്ന് പൊടിയായി താഴെ വീണു. ആ പൊടികളിൽ നിന്ന് ഒരു രാക്ഷസൻ, അയാളുടെ പേരാണ് ശകടാസുരൻ, രൂപപ്പെടുകയും അയാൾ മരിച്ചു വീഴുകയും ചെയ്തു എന്നുള്ളത് ഒരു കഥ. അതായത് 9 മാസം പ്രായമുള്ള കൃഷ്ണനെ കൊല്ലുവാനായി ശകടാസുരൻ എന്ന അസുരനെ കംസൻ നിയോഗിക്കുകയും കൃഷ്ണൻ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് അയാളെ കൊന്നു വീഴ്ത്തുകയും ചെയ്തു. അങ്ങനെ ശകടാസുരന് മോക്ഷം കിട്ടി, ദൈവത്തിൽ വിലയം പ്രാപിച്ചു എന്നാണ് ഒരു കഥ. ഇതൊരു കഥ. ഓക്കെ ചിൽഡ്രൻ, രണ്ടാമത്തെ കഥ. കംസൻ, ദേവകിയുടെ 8ാമത്തെ പുത്രൻ, തൻ്റെ രാജ്യത്തിൽ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് കുട്ടിയെ കൊല്ലുവാനുള്ള ഒരു കൂട്ടി. അപ്പോൾ ആ രാജ്യത്ത് പൂതന എന്ന് പറഞ്ഞ ദുഷ്ടയായ രാക്ഷസിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. നീണ്ട പല്ലുകളും ജട കെട്ടിയ മുടിയുമൊക്കെയുള്ള ഒരു വൃത്തികെട്ട സ്ത്രീ. കംസൻ അവരെ വിളിച്ചു വരുത്തി. അവർക്ക് വളരെ ഇഷ്ടമായി. എന്നുവെച്ചാൽ ഒരു കുട്ടിയെ കൊല്ലാനല്ലേ, ദുഷ്ടയായ സ്ത്രീ ആകുമ്പോൾ കുട്ടികളെ കൊല്ലാൻ വലിയ ഇഷ്ടമുണ്ടാവും. കംസൻ അവരെ നിയോഗിച്ചതിൽ അവരങ്ങേയറ്റം സന്തോഷിച്ചു. അപ്പോൾ എവിടെയാണ് കുട്ടി, ഏതാണ് കുട്ടി എന്നൊന്നും അറിയില്ല, ഒരു കുട്ടി കംസനെ കൊല്ലാൻ വേണ്ടി ജനിച്ചിരിക്കുന്നു എന്നാണ്. അത് രാജ്യത്ത് എവിടെയോ ഉണ്ട് എന്നറിയാമായിരുന്നു. അങ്ങനെ രാജ്യത്തുള്ള സർവത്ര കുട്ടികളെയും കൊല്ലാൻ പൂതനയെ നിയോഗിച്ചു. പൂതന എല്ലാ വീടുകളിലൂടെയും നടന്ന് കുട്ടികളെ പാലൂട്ടി. വിഷം കലർന്ന പാലാണ് അവൾ ആ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്തത്. ആ കുട്ടികളെല്ലാം മരിച്ചു. അവസാനം ഗോകുലത്തിൽ, നന്ദഗോപരുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, വളരെ പ്രത്യേകതയുള്ള ഒരു കുട്ടിയാണ് എന്ന് പൂതന മനസ്സിലാക്കുകയും അത് തന്നെയായിരിക്കും കംസൻ കൊല്ലാൻ ആയിട്ട് തന്നെ നിയോഗിച്ച ഈ കുട്ടിയെ ആയിരിക്കും കൊല്ലുവാൻ വേണ്ടി കംസൻ തന്നെ അയച്ചിരിക്കുന്നതെന്ന് പൂതന മനസ്സിലാക്കി
പൂതന അന്ന് രാത്രി മുഴുവൻ ഗ്രാമത്തിന് പുറത്തു പാർത്തു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ നന്ദഗോപരുടെ വീട്ടിൽ ചെന്നു. കുട്ടിയെ കണ്ട മാത്രയിൽ തന്നെ പൂതനയ്ക്ക് മനസ്സിലായത് ഒരു സാധാരണ കുട്ടിയല്ല എന്ന്. കുട്ടിയെ അപ്പോൾ അങ്ങനെ ആ രാക്ഷസിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ യക്ഷിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ദുഷ്ടയായ സ്ത്രീയുടെ രൂപത്തിൽ ഒരിക്കലും ഒരു കുട്ടിയെ മുലയൂട്ടുവാനായിട്ട് ചെല്ലാൻ പറ്റുകയില്ല. അപ്പോൾ അതിസുന്ദരിയായ ഒരു പെണ്ണായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാക്ഷസന്മാർക്കും അസുരന്മാർക്കും ഒക്കെ ഇഷ്ടമുള്ള തോന്നും പോലെ വേഷം മാറാനുള്ള കഴിവുണ്ട്. അങ്ങനെ വേഷം മാറി അതിസുന്ദരിയായ ഒരു യുവതിയായി ചെല്ലുകയും അങ്ങനെ ചെന്ന് അപ്പോൾ യശോദയ്ക്കും എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ഒരു സ്ത്രീ, അപ്പോൾ ദേവതയായിരിക്കും എന്ന് അവരെല്ലാം വിചാരിച്ചു. ദേവിയായിരിക്കും, കൃഷ്ണനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് വന്നിരിക്കുന്നതായിരിക്കും എന്ന് യശോദാമ്മ വിചാരിച്ചു. അപ്പോൾ അവർ കുട്ടിയെ മുലയൂട്ടാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അവരെല്ലാം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. കൃഷ്ണനെ മടിയിലെടുത്ത് വെച്ച് പൂതന മുലയൂട്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ മാറിടത്തിൽ അവർ വിഷം പുരട്ടിയിട്ടാണ് കൃഷ്ണനെ മുലയൂട്ടുവാനായിട്ട് ചെന്നത്. കൃഷ്ണൻ അങ്ങനെ അവരുടെ മുലപ്പാൽ കുടിക്കുവാൻ തുടങ്ങി. പൂതന വിചാരിച്ച പോലെയല്ല നടന്നത് കാര്യങ്ങളൊക്കെ. വളരെ വേഗം കൃഷ്ണൻ അവരുടെ പാലിങ്ങനെ കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആകാശത്തേക്ക് ഉയർന്നു പോയി. പൂതനയും കൃഷ്ണനും എല്ലാവരും പേടിച്ച് വിറച്ച് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ആകാശത്ത് നിന്നപ്പോൾ തൻ്റെ രക്തം കൂടി ഊറ്റി കുടിക്കുന്നതായി പൂതനയ്ക്ക് അനുഭവപ്പെട്ടു. ഈ സമയത്ത് പൂതനയുടെ യഥാർത്ഥ രൂപം പുറത്തു വന്നു. ഏത്? രാക്ഷസിയുടെ രൂപം പുറത്തു വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പൂതനയുടെ ശരീരം മുഴുവൻ രക്തവും മാംസവും എല്ലാം കൃഷ്ണൻ ഊറ്റി കുടിച്ചു. പൂതനയുടെ ശരീരം, ചേതനയറ്റ ജീവനറ്റ ശരീരം ഭൂമിയിലേക്ക് വന്ന് മലച്ചു. മലച്ച പൂതനയുടെ ആത്മാവിന് പൂതനാമോക്ഷം എന്നാണ് പറയുക. പൂതനയുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചു എന്ന് രണ്ടാമത്തെ കഥ. ഇപ്പം രണ്ടാമത്തെ കഥ. മൂന്നാമത്തെ കഥ. പൂതനയെ കൊണ്ടും കാര്യം നടന്നില്ല. കംസൻ മൂന്നാമതൊരു അസുരനെ നിയോഗിച്ചു. അസുരന്റെ പേര് അരിഷ്ടാസുരൻ. കാട്ടുപോത്തിന്റെ രൂപത്തിലായിരുന്നു അരിഷ്ടാസുരൻ. നീണ്ട കൊമ്പുകളുണ്ടായിരുന്നു അരിഷ്ടാസുരൻ വൃന്ദാവനത്തിൽ പ്രവേശിച്ചു. കംസന്റെ നിയോഗപ്രകാരം വൃന്ദാവനത്തിൽ പ്രവേശിക്കുകയും ഗ്രാമവാസികളെ എല്ലാം ഭയപ്പെടുത്തുകയും മരങ്ങളൊക്കെ പിഴുതെറിയുകയും വീടുകളൊക്കെ നശിപ്പിക്കുകയും ആൾക്കാരെ ഉപദ്രവിക്കുകയും ചെയ്തു. ആ സമയത്ത് കൃഷ്ണൻ വൃന്ദാവനത്തിൽ കൂട്ടുകാരോടൊപ്പം ഇവിടെ യമുനാ നദിയുടെ തീരത്ത്, യമുന എന്ന നദി ഇപ്പോഴുമുണ്ട്, ഡൽഹിയിലുള്ള ഒരു നദിയാണ്. യമുനയ്ക്ക് കാളിന്തി എന്നും പേരുണ്ട്. അത് കഥയാണ്, അതിലേക്ക് വരുന്നുള്ളൂ മിസ്. യമുനാ നദിയുടെ തീരത്ത് കൂട്ടുകാരോടൊത്ത് കളിക്കുകയായിരുന്നു. വൃന്ദാവനത്തിലെ ആളുകളെല്ലാം ഗ്രാമവാസികളാണ്, അവരെല്ലാം പേടിച്ചോടുന്നു അറിഞ്ഞ് കൃഷ്ണൻ ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് വൃന്ദാവനത്തിൽ അരിഷ്ടാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ പ്രവേശിച്ച് നാശം വിധിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ അറിഞ്ഞത്. കൃഷ്ണൻ നേരെ അരിഷ്ടാസുരന്റെ അടുത്തേക്ക് ചെല്ലുകയും അവനെ ദ്വന്ദ്വ യുദ്ധത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർ തമ്മിലുള്ള യുദ്ധത്തിന് ക്ഷണിച്ചു. അങ്ങനെ പോത്തിന്റെ കൊമ്പ് പിടിച്ച് കൃഷ്ണൻ ആ രണ്ട് കൊമ്പുകളും പിഴുതെറിഞ്ഞു. അതിനുശേഷം ആ അസുരനെ കൊന്നു. മരിച്ചു വീണ പോത്തിൽ നിന്ന് ഒരു അതിമനോഹരനായ ഒരു വ്യക്തി ഉയർന്നു വന്നു. അദ്ദേഹം കൃഷ്ണനെ കൈകൂപ്പിക്കൊണ്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഈ അരിഷ്ടാസുരൻ കഴിഞ്ഞ ജന്മത്തിൽ, ഹിന്ദുക്കൾക്ക് ഇങ്ങനെ പുനർജന്മമൊക്കെ ഉണ്ട്, കഥയിൽ ചോദ്യമില്ല, മ്യൂട്ട് യുവർ മൈക്ക്. അരിഷ്ടാസുരന്റെ ശരീരത്തിൽ നിന്ന് കോമള ശരീരമുള്ള മനോഹരനായ ഒരു ദേവൻ ഉയർന്നു വന്നു. അദ്ദേഹം തൻ്റെ കഥ പറഞ്ഞു. ദേവഗുരു ബൃഹസ്പതിയുടെ, ലേറ്റാണ് കേട്ടോ മോനെ, ലേറ്റാണ്, ഇനി ലേറ്റായ കയറ്റില്ല ക്ലാസ്സിൽ, വൈകി വന്നാൽ ക്ലാസ്സിൽ കയറ്റില്ല. ദേവന്മാരുടെ ഗുരുവായിരുന്ന ബൃഹസ്പതിയുടെ ശിഷ്യനായിരുന്നു ഈ അരിഷ്ടാസുരൻ. ഗുരുവിനെ അപമാനിച്ചതിനാൽ ഗുരു ശപിച്ചു. ആരെ? ഈ അരിഷ്ടാസുരനെ. താൻ ഒരു കാട്ടുപോത്തായി തീരട്ടെ എന്ന് ശപിച്ചു. കരഞ്ഞുകൊണ്ട്, ഗുരുവിന്റെ ശിഷ്യനല്ലേ, ശിഷ്യൻ വിദ്യാർത്ഥിയാണ്, സ്റ്റുഡൻ്റാ. ശാപമോക്ഷത്തിന് അപേക്ഷിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ദ്വാപരയുഗത്തിൽ
ഗുരു ആരാണ്? ബൃഹസ്പതി, ദേവഗുരു. ദ്വാപര യുഗത്തിൽ ഭഗവാൻ വിഷ്ണു കൃഷ്ണനായി അവതരിക്കും, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് നിനക്ക് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ടാണ് താനിങ്ങനെ കാട്ടുപോത്തൻ്റെ രൂപത്തിൽ വന്നതെന്ന് പറഞ്ഞ് കൈകൂപ്പി തൊഴുതു. കൃഷ്ണൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം സ്വർഗ്ഗലോകത്തിലേക്ക് പോയി. ഇത് മൂന്നാമത്തെ കഥ. നാലാമത്തെ കഥ മിസ്സിപ്പോൾ ഒരു പടം കാണിക്കാം. 6ാം ക്ലാസ് എ ബി സി ക്ലാസ്സുകളിൽ നർത്തകികൾ വെച്ചാൽ ഡാൻസ് പഠിക്കുന്ന കുട്ടികളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് കൃഷ്ണൻ ഒരു പാമ്പിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ്. നൃത്തം പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ഈ കഥ അറിയാമോ? എന്നാ ഒന്ന് പറഞ്ഞേ. കാളിയമർദ്ദനത്തിന്റെ കഥയൊന്ന് പറഞ്ഞേ. കുറച്ച് മതി പറഞ്ഞോ കേട്ടോ. പാർവതി പറഞ്ഞോ മോളെ. മോൾക്കറിയാമോ? എനിക്കറിയാമോ? എന്നാ പറഞ്ഞേ. അതാണോ വീഡിയോ ഓൺ ചെയ്ത് വന്നിരുന്നത്? ക്ലോസ് ചെയ്തോളൂ കേട്ടോ. കാളിയമർദ്ദനത്തിന്റെ പടമാണ് ഇപ്പോൾ മിസ് കാണിച്ചത്. കൃഷ്ണൻ ഒരു പാമ്പിന്റെ പുറത്ത് കയറി നിൽക്കുന്ന പടമാണിത്. ഈ പടം കാളിന്തി നദിയിൽ, കാളിന്തി എന്ന ആരും സംസാരിക്കരുത്, യമുനാ നദി, കാളിന്തി നദി, യമുനാ നദിക്ക് കാളിന്തി എന്നുകൂടി പേരുണ്ടായിരുന്നു. കാളിയൻ എന്ന സർപ്പം യമുനാ നദിയിലാണ് ജീവിച്ചിരുന്നത്. 10 തലയുള്ള പാമ്പായിരുന്നു, കൊടിയ വിഷമുള്ള പാമ്പ്. പാമ്പിന്റെ വിഷം കാരണം യമുനാ നദി യമുനയാണ്. യമുനാ നദി കറുത്തിരുണ്ടു വന്നു. വിഷമാണ്, പാമ്പ് മൊത്തം വിഷം. ഗോപബാലന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കൃഷിയും അതുപോലെ കന്നുകാലി വളർത്തലുമായിരുന്നു നന്ദഗോപരുടെയും അവിടെയുള്ള ആളുകളുടെയും ജീവനോപാധി. എന്നിട്ട് ജീവിക്കാനുള്ള മാർഗം അതായിരുന്നു. ജോലി എന്തെങ്കിലും ചെയ്തെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഗോപബാലന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളെ നോക്കുന്ന കുട്ടികളുണ്ട്. പശുക്കളെ നോക്കുന്ന ഇടയബാലനായിരുന്നു കൃഷ്ണനും. അവർ കാളിന്തി നദിയിലെ വെള്ളം കുടിക്കുകയും വിഷം കാരണം, ഈ കാളിൻ്റെ വിഷം കാരണം അവരെല്ലാം തളർന്നു വീഴുകയും ചെയ്തു. അപ്പോഴാണ് കൃഷ്ണൻ ഒരു ദിവസം ഇങ്ങനെ യമുനാ നദിയുടെ തീരത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സംഗതികളെല്ലാം അറിഞ്ഞു. സുഹൃത്തുക്കളുമായിട്ട് വളരെ ഒത്തിരിയേറെ സുഹൃത്തുക്കളുണ്ടായിരുന്ന ആളാണ് കൃഷ്ണൻ ചെറുതായിരുന്നപ്പോൾ. അപ്പോൾ ഞാൻ സുഹൃത്തുക്കളോട് കൂടി അവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അപ്പോൾ ഇതിന് വേറൊരു കഥയും പറയുന്നുണ്ട്. യമുനാ നദിയുടെ തീരത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്, കാളിന്തി നദിയുടെ തീരത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന പന്ത് വെള്ളത്തിൽ പോയി. ആ പന്ത് എടുക്കാനായിട്ട് കൃഷ്ണൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ചെന്നു എന്നാണ് പറയുന്ന ഒരു കഥ. രണ്ടാമത്തെ കഥ ഇതൊന്നുമല്ല, പ്രധാനപ്പെട്ട കഥ ഇതൊന്നുമല്ല. ഈ കാളിയനിങ്ങനെ വിഷം നിറച്ചുകൊണ്ട് കാളിയൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടി കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്ത് നിന്ന് കടമ്പ് എന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ട്. ആ കടമ്പ് വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് കാളിയന്റെ മുകളിലേക്ക് എടുത്തു ചാടി. ചോദിച്ചോളൂ. കേൾക്കാൻ പറ്റണില്ലല്ലോ മോനെ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു കഥ എനിക്ക് അറിഞ്ഞൂടാ. കൃഷ്ണൻ കറുത്തട്ടാ, കാർമേഘത്തിന്റെ വർണ്ണമാണ് കൃഷ്ണൻ. പാമ്പിന്റെ കളർ ഇളകി കൃഷ്ണന് പിടിക്കൂലല്ലോ. എടോ രണ്ടും കൂടെ മിക്സ് ചെയ്യാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ കൃത്യമാണ്. അതായത് കാളിയൻ ഉണ്ടായതിനു ശേഷമാണ് കൃഷ്ണൻ ഉണ്ടായത്, കൃഷ്ണൻ കളറിളകി പിടിക്കാനായിട്ട്. അങ്ങനെയാണ് കൃഷ്ണൻ എങ്ങനെയാ കാളിയന്റെ പുറത്തുനിന്ന് നൃത്തം ചെയ്യണേ? എന്തോ ഒരു സംശയമാണോ ഇത്? കൃഷ്ണൻ ജന്മനാ കറുത്തട്ടാ. കാർമുകിൽ വർണ്ണൻ എന്ന് വിളിക്കുന്നത് കൃഷ്ണനെയാണ്. എന്നുവെച്ചാൽ കരിമുകിലിന്റെ കറുത്ത മേഘത്തിന്റെ നിറമാണ് കൃഷ്ണന്. കാളിയൻ എന്ന സർപ്പം വേറെ എവിടെ നിന്ന് വന്ന് പാർത്തതാണ്. കാളിയൻ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പാമ്പുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പാമ്പാണ്. കുറെ പാമ്പുകളുണ്ട്. പാമ്പുകളൊക്കെ കശ്യപനും അതിഥിക്കും
ബ്രഹ്മാവിന്റെ മാനസപുത്രനായ കാശ്യപ പ്രജാപതിക്കുണ്ടായ മക്കളാണ് ഈ പാമ്പുകൾ എന്ന് പറയുന്നത്. ആ പാമ്പിൽ പ്രധാനപ്പെട്ട പാമ്പുകൾ കുറേയുണ്ട്. ആസ്തികൻ, വാസുകി, തക്ഷകൻ, കാളിയൻ, ഇവരൊക്കെ പ്രധാനപ്പെട്ട പാമ്പുകൾ. 10 തലയുള്ള പാമ്പാണ് കാളിയൻ. കാളിയൻ കാളിന്തിയിൽ വന്ന് താമസിച്ചു. അങ്ങനെ ആ കാളിന്തി നദിയിലെ ഞാൻ ആദ്യമേ പറഞ്ഞ കഥയിൽ ചോദ്യമില്ലാന്ന്. കഥ കേൾക്കുക, ഇത് കഥയാണ്. അതുകൊണ്ട് ആദ്യം മിത്ത് എന്ന് പറഞ്ഞത് രഹസ്യാത്മക കഥ, ഇന്ത്യൻ മിഥോളജിയിൽ വരുന്ന കഥയാണിത്. കാളിയന്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടി കൃഷ്ണൻ തീരുമാനിക്കുകയും കടമ്പ് വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് കാളിയന്റെ തലയിലേക്ക് 10 തലയാ എടുത്തു ചാടുകയും ചെയ്തു. അത് മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരി, ഒരു കവിയായിരുന്നു. നിങ്ങൾക്കൊന്നും അറിയണ്ടാവില്ല. അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടുള്ള കാവ്യം നാരായണീയം, മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ നാരായണീയത്തിൽ അദ്ദേഹം ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട്. കാളിയമർദ്ദനമാണ് വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. സംസ്കൃതത്തിലാണ് ആ കാവ്യം. പടം വരയ്ക്കുന്നത് വരയും വർണ്ണങ്ങളുമാണ് ചിത്രരചന എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് മിസ് ഈ ക്ലാസിന്റെ ആദ്യം തന്നെ ഒരു കിളിയുടെ പടം തന്നതിന് ശേഷം എഴുതാൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം എഴുതി വച്ചേക്കും തന്നിട്ട് വരയ്ക്കാൻ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? വാക്കുകൾ കൊണ്ടുള്ള നൃത്തമാണ് കവിത. വാക്കുകൾ കൊണ്ടുള്ള നൃത്തമാണ്. വാക്കുകളെ കൊണ്ട് കവി തോന്നിയ പോലെ നൃത്തം ചെയ്യിക്കുന്നതാണ് കവിത. മേൽപ്പത്തൂര് ഈ കാളിയമർദ്ദനത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു. അതതിക്ഷു വിധിക്ഷു പരീക്ഷുവിധ ഭ്രമിതോദര വാരി നിനാദഭരൈ ഉദഗാദുരഗാധിപതി സ്തുതുപാന്തമശാന്തരുഷാധമന അതിരുഹ്യ തഥ ഫണിരാജപണാമൃതേ ഭവതാമൃതു പാദരുച കളശിഞ്ചിത നൂപുര മഞ്ജുമിളൽ കരകങ്കണ സങ്കുല സങ്കുണിതം അതിരുഹ്യ തഥ ഫണിരാജപണ നൃതേ ഭവതാമൃതു പാദരുച കളശിഞ്ചിത നൂപുര മഞ്ജുമിളൽ കരകങ്കണ സങ്കുല സങ്കുണിതം എന്നാണ്. ആ കരകങ്കണ സങ്കുല സങ്കുണിതം, കരകങ്കണ സങ്കുല സങ്കുണിതം, അതാണ് ഈ കാണുന്ന പടം. വാക്കുകൊണ്ട് ചിത്രം വരച്ചു വെച്ചിരിക്കാൻ മേൽപ്പത്തൂർ. അതിരുഹ്യ തഥ ഫണിരാജപണ നൃതേ മൃദുപാദരുച, മൃദുവായ കാലുകൾ കൊണ്ട് കൃഷ്ണൻ കാളിയന്റെ ഓരോ തലയിലും ചവിട്ടി ചവിട്ടി. അതിരുഹ്യ തഥ ഫണിരാജപണ നൃതേ ഭവതാ മൃദുപാദരുച കളശിഞ്ചിത നൂപുര മഞ്ജുമിളൽ കരകങ്കണ സങ്കുല സങ്കുണിതം. തലയും വളയും കിലുക്കിക്കൊണ്ട് കൃഷ്ണൻ കാളിയന്റെ തലയിൽ നൃത്തം ചെയ്തു. അങ്ങനെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയും തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട്, കാരണം പ്രപഞ്ചനാഥനാണ് വിഷ്ണു, കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമാണ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയും തന്റെ കാൽപാദങ്ങളിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ് കൃഷ്ണൻ കാളിയന്റെ തലയിൽ നൃത്തം ചെയ്തത്. അതോടുകൂടി കാളിയൻ ചതഞ്ഞരഞ്ഞ് കാളിയന്റെ എല്ലാ ശക്തിയും ചോർന്നു. അങ്ങനെ അഹങ്കാരം ശമിച്ചു കഴിഞ്ഞ കാളിയൻ കൃഷ്ണന്റെ മുമ്പിൽ തൊഴുതുകൊണ്ട്, ചെറിയ കുട്ടിയാണ്, കൃഷ്ണന്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് പറഞ്ഞു, എന്നെ ഇനി ഉപദ്രവിക്കരുത്, അങ്ങ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഒരു ഉപദ്രവം ഉണ്ടാക്കുകയില്ല. അപ്പോൾ കാളിയന് കുറേ ഭാര്യമാരുണ്ട്. ആ ഭാര്യമാരും വന്ന് കരഞ്ഞ് കൃഷ്ണനോട് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണം, ഇനി ഒരിക്കലും അദ്ദേഹം ഒരു കുഴപ്പം ഉണ്ടാക്കുകയില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വൃന്ദാവനത്തിൽ ഇനിയും നീ കുഴപ്പമുണ്ടാക്കരുത്, നീ വൃന്ദാവനം ഉപേക്ഷിച്ച് പോവുക. അങ്ങനെ കാളിയൻ യമുനാ നദിയെ ഉപേക്ഷിച്ച് പോയത്രേ. യമുനാ നദിക്ക് കാളിന്തി എന്ന പേര് വരാനുള്ള കാരണം കാളിയൻ അവിടെ താമസിച്ചുകൊണ്ട് കറുത്ത നിറം വന്നു. അങ്ങനെ ഒരു പാട്ടല്ലേ, എന്തേ കണ്ണന് കറുപ്പ് നിറം എന്ന് പറഞ്ഞിട്ടുള്ള ലൈനല്ലേ പറഞ്ഞത്. കാളിയനെ കൊന്നതിനാലോ, അത് കവി ചോദിക്കുന്നത്, അല്ലാണ്ട് കാളിയനെ കൊന്നതുകൊണ്ടല്ല കൃഷ്ണൻ കറുപ്പ് പറഞ്ഞു. കൃഷ്ണൻ ജന്മനാ കറുത്തതാ. അതാണ് അഭിമന്യു, മിക്കവാറും അഭിനന്ദ് BS ആയിരിക്കും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക. കാരണം അഭിനന്ദ് BS ഈ കൂടുതൽ അങ്ങനത്തെ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതകളുള്ളൂ. എന്തേ കണ്ണനു കറുപ്പു നിറം, കാളിന്തിയിൽ കുളിച്ചതിനാലോ, കാളിയനെ കൊന്നതിനാലോ. ആരാണ് ആ ചോദ്യം ചോദിച്ചത്? കാളിയനിൽ നിന്നാണ് കൃഷ്ണന് കറുപ്പ് നിറം കിട്ടിയത് എന്ന് അങ്ങനെ ഒരു കഥയുണ്ട് മിസ് എന്ന് പറഞ്ഞ ആള് ടേൺ ഓൺ യുവർ വീഡിയോ. ആ, അഭിനന്ദ് BS ആണോ? എന്ത് കറക്റ്റാണ് എൻ്റെ ഇവാലുവേഷൻ നോക്കിയേ. മോൻ്റെ മുഖം പകുതിയെ കാണുള്ളൂ, മൊത്തം കാണിച്ചേ. കുഞ്ഞേ, അതൊരു കവി പാട്ട് എഴുതി വെച്ചേക്കണാടാ. കവിക്ക് എന്തെല്ലാം എഴുതാം. അതാരാ? വീട്ടിലുള്ളവരാ? ആഹാ, അതൊരു പാട്ടാ.
കാളിയനെ കൊന്നത് കൊണ്ടാണ്. അപ്പൊ കാളിയനാണോ ആദ്യം ഉണ്ടായിരുന്നത്, കൃഷ്ണനാണോ ആദ്യം ഉണ്ടായിരുന്നത്? ആഹാ, തന്റെ തലയൊന്നും ഉപയോഗിച്ചോടും. കൃഷ്ണൻ വാസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് അങ്ങ് കാരാഗ്രഹത്തിൽ ജനിച്ച്, അന്നേരം കാളിയന്റെ കളർ കളയി പിടിക്കുക. പിന്നെ എന്തുകൊണ്ടാണോ ചോദിക്കണത്? ആ ആ അതെ. അപ്പൊ അതുവരെ കൃഷ്ണന്റെ നിറം എന്തായിരുന്നു? അതെവിടെ കിട്ടി? പിന്നെ എന്തിനാ അയാൾക്ക് ഓൾറെഡി സ്വാഭാവികമായിട്ട് കൃഷ്ണൻ നീല നിറം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് കാളിയന്റെ നിറം വലിച്ചെടുക്കുന്നത്? അങ്ങനെ പറയണ്ടാട്ടാ, അതൊരു പാട്ടാ. അങ്ങനെ കവിക്ക് തോന്നിയ പോലെയൊക്കെ പറയാം, അതല്ലേ കവി. കാളിയന്റെ 10 തലകളിലും ചവിട്ടി കാളിയന്റെ തല ചതഞ്ഞരഞ്ഞു. അങ്ങനെ കാളിയന്റെ അഹങ്കാരം മുഴുവൻ അവസാനിച്ചു. കാളിയൻ വൃന്ദാവനവും കാളിന്തിയും ഉപേക്ഷിച്ചു പോയി എന്ന് ഒരു കഥ. ആ കഥയാണ് മേൽപ്പത്തൂർ എഴുതി വെച്ചിരിക്കുന്നത്. ആരാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്ന ചേട്ടൻ ആരാ? എന്റെ കഥകൾക്കോ പാട്ടുകൾക്കോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാനാവോ പറയാം. അഭിനവാണോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടത്? എന്റെ പാട്ടുകൾക്കും കഥകൾക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാനൊന്നും നിങ്ങളായിട്ടില്ലല്ലോ. മ്യൂട്ട് യുവർ മൈക്ക്. അങ്ങനെ കാളിന്തി നദി ഉപേക്ഷിച്ച് കാളിയൻ പോയി. അതാണ് മേൽപ്പത്തൂർ. അധദിക്ഷു വിദിക്ഷു പരിക്ഷു വിദഭ്രമിതോദരവാരി നിനാദഭരൈ ഉദഗാദുദഗാധുരഗാധിപതിസ്തുതുപാന്തമശാന്തരുഷാന്തമന അതിരുഹ്യ തദപണിരാജഭണാമൃദേഭവദാ മൃദുപാദരുജ കളശിഞ്ചിത നൂപുര മഞ്ജുമിളൽക്കര കങ്കണ സങ്കുല സങ്കൊണിതം. വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നവനാണ് കവി. ഇപ്പൊ എത്രാമത്തെ കഥയാ? 4ാമത്തെ കഥ. 5ാമത്തെ കഥ, അത് അവസാനത്തെ കഥ. ഇതിലേതെങ്കിലും ഒരു കഥ സ്വന്തം വാക്യത്തിൽ കുട്ടികൾ ആക്ടിവിറ്റി ബുക്കിലേക്ക് എഴുതണം. കാരണം ഇതിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത കഥ, വെണ്ണ കട്ട് തിന്നുന്ന സ്വഭാവം. വെണ്ണ, പാല്, തൈര്, അതാണ് നമ്മൾ പഠിച്ച പാഠം. വെണ്ണയും പാലും വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു കണ്ണന്. അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒത്തിരി കിട്ടൂലല്ലോ. അപ്പൊ അത് കട്ട് തിന്നുന്ന, അതായത് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ കക്കും, മോഷ്ടിക്കും. അങ്ങനെ കട്ട് തിന്നുന്ന ഒരു സ്വഭാവം കൃഷ്ണനുണ്ടായിരുന്നു. കൃഷ്ണൻ മാത്രമല്ല, കൃഷ്ണന് പ്രത്യേകത ഉണ്ടായിരുന്നത്, എന്തെങ്കിലും സാധനം കിട്ടിയാൽ തന്നെ കഴിക്കൂല, ഫ്രണ്ട്സിന് കൊടുക്കും, സുഹൃത്തുക്കൾക്ക്. ഉറ്റ സുഹൃത്തുക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇടയകുലത്തിലെ എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിലെ കുട്ടികൾ കൃഷ്ണനെക്കാളും മൂത്തവരുണ്ട്, കൃഷ്ണനേക്കാളും പ്രായം കുറഞ്ഞവരുണ്ട്, കൃഷ്ണന്റെ പ്രായത്തിന് ഒപ്പമുള്ളവരുണ്ട്. അവരുടെ എല്ലാം നേതാവ് കൃഷ്ണനായിരുന്നു. അങ്ങനെ യശോദയും മറ്റ് സ്ത്രീകളും ഗോപസ്ത്രീകളും ഒക്കെ വീട്ടുപണികൾക്കും മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് പോകുന്ന സമയത്ത് കൃഷ്ണൻ ഈ എല്ലാ വീടുകളിലും തങ്ങളുടെ ബറ്റാലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ, കുട്ടിക്കൂട്ടം, എന്തും ചെയ്യാം കുട്ടിക്കൂട്ടത്തിനെ വിളിച്ചോണ്ട് അതാ കൃഷ്ണനാണ്. എല്ലാ വീടുകളിലും കയറി നടന്ന് ഉറി, അന്ന് ഫ്രിഡ്ജൊന്നുമില്ല ഈ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട്, ഉറി ഇപ്പൊ കാണിച്ചു തരാം മിസ്. ഉറി കാണാത്തവർക്ക് ഉറി കാണിച്ചു തരാം കേട്ടാ. കാണുന്നുണ്ടോ? പടം കാണുന്നുണ്ടല്ലോ. മ്യൂട്ട് യുവർ മൈക്ക്. ഉറിയിൽ ഇങ്ങനെ വെണ്ണ, മൺകലമാണ്. മൺകലത്തില് വെണ്ണ ശേഖരിച്ചു വെച്ചിരിക്കും അവര്. വെണ്ണ, പാല്, തൈര് മുതലായവ. കൃഷ്ണനും കൂട്ടുകാരും കൂടി നടന്ന്, കൃഷ്ണന് പൊക്കം കുറവാണ്, അപ്പൊ മുതുകത്തെ ആൾക്കാരെ കയറ്റിയൊക്കെ നിർത്തിയാണ് എന്നാണ് കൃഷ്ണൻ അതിൻ്റെ മുകളിൽ കയറി നിന്ന്. പിള്ളേർ കുഞ്ഞിരിക്കും, അപ്പൊ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കൃഷ്ണൻ ഈ വെണ്ണ എല്ലാം എടുത്ത് എല്ലാവർക്കും കൊടുക്കും. കൃഷ്ണൻ തിന്നും, തനി തിന്നുമല്ല, എല്ലാ കുട്ടികളും കൊടുത്തു തിന്നും. അതിനുശേഷം ചാണാപ്പട്ട എന്ന് പറഞ്ഞാൽ ഉണക്കച്ചാണാൻ, ഉണങ്ങിയ ചാണകം ആ കലങ്ങളിലെല്ലാം വെച്ചിരിക്കും. യശോദയും മറ്റ് സ്ത്രീകളും ഒക്കെ ആളുകൾ ഇങ്ങനെ വെണ്ണയും തൈരും ഒക്കെ അന്വേഷിച്ച് വരുമ്പോൾ അത് എടുത്ത് കൊടുക്കാനായിട്ട് ഉറിയിൽ കൈയിടുമ്പോൾ ചാണകം, ഉണക്കച്ചാണകം കിട്ടും.
ഇങ്ങനെ ആയി മടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപസ്ത്രീകൾ എല്ലാവരും യശോദയുടെ അടുത്തപ്പോൾ ഇത് ആരാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ലാണ്ട് അവരാകെ വിഷമിച്ച് ഒരു ദിവസം അവർ ഇങ്ങനെ നോക്കിയിരുന്നു, കള്ളനെ പിടിക്കാനായിട്ട് നോക്കിയിരുന്നപ്പോൾ കൃഷ്ണനാണ്. അപ്പോൾ യശോദയുടെ അടുത്ത് വിവരം പറഞ്ഞു. യശോദ കൃഷ്ണനെ മയിൽപീലി കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് മറ്റൊരു കഥ. ഉറിയിൽ വെച്ചിരുന്ന പാലും വെണ്ണയും മോഷ്ടിക്കുക, വെണ്ണ കട്ട് തിന്നുക. അതുകൊണ്ട് വെണ്ണക്കണ്ണൻ എന്ന് കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ചെറുതായിരുന്ന പ്രായത്തിൽ വെണ്ണ മോഷ്ടിക്കുന്നത് സ്വയം തിന്നുകയല്ല, മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ കൊടുക്കും. അങ്ങനെ സുഹൃത്തുക്കളുമായി നല്ല ബന്ധമുണ്ടായിരുന്ന കൃഷ്ണൻ. അപ്പം അങ്ങനെ വെണ്ണ കട്ട് തിന്നുന്ന ഒരു കഥ കൂടിയാണ് മിസ് പറഞ്ഞത്. വെണ്ണ വാരി തിന്നതിന് ശേഷം അതിനകത്തെല്ലാം ഉണക്കച്ചാണകം ശേഖരിച്ചു വെച്ചു. യശോദയുടെ കയ്യിൽ നിന്ന് കൃഷ്ണൻ നല്ല അടി കിട്ടി. ഇത് 5ാമത്തെ കഥ. 6ാമത്തെ കഥ. ഇനി ഇഷ്ടംപോലെ കഥയുണ്ട്. ഈ കഥയെ കഴിഞ്ഞിട്ട് അടുത്ത പാഠത്തിലേക്ക് കടക്കുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു കഥ നിങ്ങൾ ആക്ടിവിറ്റി ബുക്കിൽ എഴുതിയിരിക്കണം. നിങ്ങളോട് കഥ ചോദിച്ചപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ്. കൃഷ്ണന്റെ ജന്മമാണ് പറഞ്ഞത്. ഒരിക്കൽ വൃന്ദാവനത്തിൽ ഒരു പഴം വിൽപ്പനക്കാരി വന്നു. മാങ്ങാപ്പഴം, നല്ല പഴുത്ത പഴം, നല്ല മണവും മധുരമുള്ള പഴം. അപ്പോൾ നന്ദഗോപൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറേ പഴങ്ങൾ വാങ്ങി അതിന് പകരമായിട്ട് ധാന്യം കൊടുത്തു. അന്ന് ബാർട്ടർ സിസ്റ്റമാണ്, അതായത് പണത്തിൻ്റെ ഇടപാടില്ല. ഒരു സാധനം കൊടുത്ത് അതിന് പകരം വേറെ സാധനം വാങ്ങിക്കുകയാണ്. നന്ദഗോപൻ്റെ കൃഷ്ണൻ്റെ അച്ഛൻ, വളർത്തച്ഛൻ, ധാന്യം കൊടുത്തിട്ട് അതിന് പകരം പഴം വാങ്ങിച്ചു. ആ പഴം വാങ്ങിച്ച് അഭിമന്യു ലെഫ്റ്റ് ആ പഴം വാങ്ങിച്ചു. അപ്പോൾ കൃഷ്ണന് ഈ മാങ്ങാപ്പഴം വലിയ ഇഷ്ടമായി. മധുരമുള്ള സാധനങ്ങൾ കൃഷ്ണന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ കൃഷ്ണന് കുറച്ചുകൂടെ മാങ്ങാപ്പഴം തനിക്ക് തിന്നാനായിട്ട് വേണമെന്ന് തോന്നി. എന്നിട്ട് ഈ കുട്ടി എന്ത് വെച്ചാൽ അകത്തേക്ക് ഓടിച്ചെന്ന് ആ അകത്ത് നിന്ന് മാങ്ങാപ്പഴം മാങ്ങാപ്പഴം വാങ്ങിക്കണമല്ലോ, അതിനുവേണ്ടി അയാളുടെ കയ്യിൽ, കൃഷ്ണൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയും നെല്ലെടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഒരു മണി നെല്ല് പോലും താഴെ പോകാത്ത രീതിയിൽ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ആ നെല്ലെടുത്ത് കൊണ്ടുവന്ന് ആ സ്ത്രീക്ക് കൊടുത്തിട്ട് പകരം മാങ്ങാപ്പഴം കൊടുക്കാൻ പറഞ്ഞു. ആ സ്ത്രീ ഈ കുട്ടിയെ വളരെ, കാരണം ഒരു നെന്മണി പോലും കളയാതെയാണ്. അപ്പോൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇത് സാധാരണ കുട്ടിയല്ല എന്ന് അവർക്ക് മനസ്സിലായത്രേ. അവർ അതിന് പകരം കുട്ടിക്ക് മാങ്ങാപ്പഴം കൊടുത്തു. അതിനുശേഷം പുറത്തേക്കിറങ്ങി അവർ കണ്ടത് അവരുടെ സഞ്ചിയിൽ, അതായത് മാങ്ങാപ്പഴം കൊണ്ട് വന്ന ആ ചാക്കുണ്ടല്ലോ, ആ ചാക്ക് നിറയ്ക്കും നന്ദഗോപര് കൊടുത്ത ധാന്യം മുഴുവൻ മുത്തും പവിഴവുമായി കിടക്കുന്ന കാഴ്ചയാണത്രേ ആ സ്ത്രീ കണ്ടത്. അപ്പോൾ ആ സ്ത്രീ പുറകോട്ട് തിരിഞ്ഞു നോക്കി. ആ സ്ത്രീ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ സാക്ഷാൽ വിഷ്ണുവിനെയാണ് അവിടെ കണ്ടത് എന്നാണ് കഥ. ഇനി കൃഷ്ണൻ മണ്ണുവാരി തിന്ന കഥ, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ. ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുന്ന കുട്ടികളെ, ഇന്നത്തെ ഗൃഹപാഠം, ഈ കഥയിൽ ഏതെങ്കിലും ഒരു കഥ സ്വന്തം വാക്യത്തിൽ ആക്ടിവിറ്റി ബുക്കിലേക്ക് എഴുതുക. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു ചിൽഡ്രൻ, സീ യു അഗൈൻ. Thank you.